ഹലോ ഗൈസ്, ഈ കൂൾ ലിപ്പിനെ കുറിച്ച് കാണാത്തതും കേൾക്കാത്തതും ഉപയോഗിക്കാതും ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പലരും ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചില്ലെങ്കിലും പലരും, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട് അല്ലേ. അങ്ങനെ ഒരു സംഭവമാണ് കൂൾ ലിപ്പ്. അപ്പോൾ നമ്മൾ കൂൾ ലിപ്പ് അപകടകാരിയാണോ? കാരണം അതിന് സൈഡ് എഫക്ട്സ് ഇല്ല, അതുപോലെ തന്നെ ടൊബാക്കോ ഇല്ല, പിന്നെ സ്മോക്കിംഗ് ഒന്നും ചെയ്യേണ്ട, അതായത് സ്മോക്കൊന്നും നമ്മുടെ ശരീരത്തിനകത്ത് വരുന്നില്ല, സ്മെല്ലില്ല. അങ്ങനെ എന്തൊക്കെ ഗുണമല്ലേ സ്മോക്കിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കൂൾ ലിപ്പിന്. ഇങ്ങനെയാണ് പലരും കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പലരിടത്തും പറഞ്ഞിട്ടുള്ളത് അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കൂൾ ലിപ്പ് നമ്മളൊക്കെ കേട്ടതുപോലെ അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലൊരു സംഭവമാണോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ ആലോചിക്കണം. കാരണം ഇത് ഈ സ്മോക്കിങ്ങിനെക്കാട്ടിലും നല്ലതാണ്. അതായത് സ്മോക്കിങ് മോശമാണ്, അപ്പോൾ അതിനെക്കാട്ടിലും നല്ലതാണ് ഈ കൂൾ ലിപ്പ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. കാരണം സ്മോക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു സിഗരറ്റിലുള്ള നിക്കോട്ടിൻ അതേ സംഭവം തന്നെയാണ് ഈ കൂൾ ലിപ്പിലുള്ളത്. പക്ഷേ ഈ സിഗരറ്റിലുള്ളതിനേക്കാളും കൂടുതൽ നിക്കോട്ടിൻ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറും കൂൾ ലിപ്പ് വയ്ക്കുമ്പോൾ. കാരണം അത് ലിപ്പിനടിയിൽ വയ്ക്കുന്നതാണ്. സ്മോക്ക് ചെയ്യുന്നത് ലങ്സിനകത്ത് പോയി ബ്ലഡിൽ കലർന്നൊക്കെയാണ് വരുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും പെട്ടെന്ന് ആൻഡ് ഹൈ എമൗണ്ടിലാണ് കൂൾ ലിപ്പ് വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിക്കോട്ടിൻ കയറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈ എനർജി കിട്ടുന്നത്. പെട്ടെന്ന് നമുക്ക് ഹൈ എനർജി കിട്ടും അല്ലേ, ഒരു ഹാപ്പിനെസ് കിട്ടും, നല്ലൊരു ഫീല് എല്ലാവർക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇത് ഹൈലി അഡിക്റ്റീവാണ്. നമ്മൾ സ്മോക്കിങ്ങിനെക്കാളും വളരെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് കൂൾ ലിപ്പ്. കൂൾ ലിപ്പ് ഉപയോഗിക്കുന്നവരടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. അവർ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഏതാണ് കൂടുതൽ അഡിക്റ്റീവ് എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഈ കൂൾ ലിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്മോക്കിങ്ങിലും ക്യാൻസറും ബാക്കി അസുഖങ്ങളും ഒക്കെ വരും. കൂൾ ലിപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതേ ക്യാൻസർ അല്ലേ, അതുപോലെ തന്നെ ടൂത്ത് ഡീക്ക്, നമ്മളെ പല്ലൊക്കെ ദ്രവിച്ചു പോവും, അതായത് നമ്മുടെ മോണ ദ്രവിച്ചു പോവും. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരും. ഈ കൂൾ ലിപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ വായിലൊക്കെ ചെറിയ റെഡ് പാച്ചസ് ഒക്കെ